ഇന്ത്യ US വ്യാപാര കരാറിന് ധാരണയായിരിക്കുന്നു. കരാറിന്റെ ഭാഗമായി ഇന്ത്യക്ക് മേലുള്ള തീരുവ 50% നിന്നും 18% കുറയ്ക്കുമെന്ന് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചു. റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ സമ്മതിച്ചു എന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനം. രണ്ട് സാമ്പത്തിക ശക്തികൾ ഒന്നിച്ചു നിൽക്കുന്നത് ഗുണം ചെയ്യുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, ഈ നീക്കം സുപ്രധാനമാണ്. കാരണം അമേരിക്കയുടെ വ്യാപാര നയം ഉണ്ടാക്കുന്ന പ്രതിസന്ധി അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ള ഗൗരവമായ ചർച്ചകൾ നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ത്യയുടെ നീക്കം. റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പ് ഇന്ത്യ നൽകി എന്ന ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടോ കിരൺ? സജിത്ത്, ഇന്ത്യയിൽ നിന്ന് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പ്രധാനമായും ഈ തീരുവ വെട്ടിക്കുറച്ചുകൊണ്ട് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ പ്രതികരണത്തിന് ശേഷം അതിനെ ഇന്ത്യ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രാബല്യത്തിലാവും എന്ന് പറയുന്നെങ്കിലും ട്രംപ് അവകാശപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ, ഒന്ന് റഷ്യയിൽ നിന്ന് എണ്ണ ഇനി വാങ്ങില്ല എന്ന് ഇന്ത്യ പൂർണ്ണമായും ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ട് എന്നോ ഇല്ല എന്ന ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, കാർഷിക സാങ്കേതിക മേഖലയിലെല്ലാം കൂടി $50,000 കോടി ഇറക്കുമതി ഇന്ത്യ നടത്തും, അമേരിക്ക ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങും എന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അക്കാര്യത്തിലും ഇന്ത്യ ഏതെങ്കിലും അങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങാം എന്നൊരു ഉറപ്പ് ഇന്ത്യ നൽകിയിട്ടുണ്ടോ എന്നതിലും ഇതുവരെയും ഉറപ്പ് നൽകിയിട്ടില്ല. പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിൽ, ലോകത്തെ രണ്ട് പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ചേർച്ച, അത് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയെ അനുകൂലമായി പ്രതിഫലിക്കും എന്നുള്ള തരത്തിലായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. സ്വാഗതം ചെയ്യുമ്പോഴും ട്രംപ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ എന്താണ് ഇന്ത്യയുടെ നിലപാട് എന്നത് വ്യക്തമായി പറയുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം അതിൽ എന്താണ് നിലപാട് എന്നത് ഇനിയും ലോകത്തിന് അറിയേണ്ടതുണ്ട്. കാരണം പ്രധാനമായും ഇങ്ങനെ ഒരു അധിക തീരുവ 18% നിന്ന് 50% വർദ്ധിപ്പിച്ചത്, അതിന് കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കാമെന്നുള്ളതിനപ്പുറത്തേക്ക് അത് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. അങ്ങനെ പരസ്യമായി നിലപാട് സ്വീകരിച്ചില്ലെങ്കിലും ഇന്ത്യ വാങ്ങുന്ന പ്രക്രിയ തുടർന്നിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി അമേരിക്കയിൽ വെച്ച് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച. അതിനുശേഷം ഓഗസ്റ്റോടുകൂടിയാണ് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ ട്രംപ് പൂർണ്ണമായും ഇന്ത്യക്കെതിരായതും ഇന്ത്യക്ക് 50% തീരുവ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അതിന് മുഖ്യ തടസ്സമായി ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ അതിന് തയ്യാറായില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ നാടകീയമായി ഇന്നലെ മോദിയും ട്രംപുമായി ടെലിഫോണിൽ സംസാരിക്കുന്നു. അതിനുശേഷം ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ രാജ്യാന്തരത്തിലെ പ്രധാനപ്പെട്ട കരാറുകളും തീരുമാനങ്ങളും ഒക്കെ പ്രഖ്യാപിക്കുന്ന രീതിയൊക്കെ വിട്ട് തൻ്റെ സ്വകാര്യ സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുന്ന രീതിയാണ് ഉണ്ടായത്. അതിനോട് അനുകൂലമായ പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതോടുകൂടി സ്വാഭാവികമായും അങ്ങനെ ഒരു കരാറിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ്. ഇനി അറിയേണ്ട രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കാം എന്ന വ്യവസ്ഥ, അങ്ങനെ അവസാനിപ്പിക്കണമെന്ന വ്യവസ്ഥ ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ടോ? അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യും എന്ന് പറഞ്ഞ അളവിലുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടോ? ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇനി മറുപടി ലോകത്തിന് ലഭിക്കാനുള്ളത്. അതിൽ എന്തായാലും കേന്ദ്ര സർക്കാർ അനുകൂലമായ ഒരു നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ട്രംപിൻ്റെ അവകാശവാദത്തെ അംഗീകരിച്ചില്ല. ട്രംപ് മുമ്പും ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ വെട്ടിലാക്കുന്ന തരത്തിൽ ഇത്തരത്തിലേക്കുള്ള പല അവകാശവാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപിൻ്റെ ഇടപെടൽ മൂലമാണ് എന്നടക്കം ട്രംപ് എത്രയോ തവണ ആവർത്തിച്ച് അത് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും നിർത്താതെ, ഞങ്ങളുടെ എണ്ണയല്ലാതെ അല്ലെങ്കിൽ അമേരിക്കൻ എണ്ണയോ വെനസ്വേലൻ എണ്ണയോ അല്ലാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും നിർത്താതെ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ അധിക തീരുവ, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ നൽകിയിരുന്ന 18% തീരുവ എന്നത് 50% തീരുവയാക്കി ഉയർത്താനുള്ള തീരുമാനം അങ്ങനെയാണ് ഉണ്ടായത്. അതാണിപ്പോൾ പിൻവലിച്ച് വീണ്ടും 18% തീരുവയാക്കിയിരിക്കുന്നത്. 25% അധിക തീരുവ ഏർപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ട്രംപ് പറഞ്ഞ നിർദ്ദേശം ഇന്ത്യ അംഗീകരിച്ചില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അംഗീകരിച്ചു എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അത് ചിലപ്പോൾ തന്ത്രപരമായ മൗനമാവും ഇന്ത്യ സ്വീകരിക്കുക. ഇക്കാര്യത്തിൽ അതിനെക്കുറിച്ച് ഇനി വരും ദിവസങ്ങൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു കരാർ നിലവിൽ വന്നിരിക്കുന്നു. കരാർ നിലവിൽ വന്നതിൻ്റെ ഉടൻ തന്നെ പ്രതിഫലനം ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ ഓഹരി വിപണി സെൻസെക്സ് ഇന്ന് ആരംഭിച്ചപ്പോൾ തന്നെ പ്രീ ഓപ്പണിൽ തന്നെ 3600 പോയിന്റാണ് ഉയർന്നത്. പ്രത്യേകിച്ച് വസ്ത്രവ്യാപാര മേഖലയിലൊക്കെ കേരളത്തിലെ കിറ്റെക്സ് അടക്കമുള്ള വസ്ത്രവ്യാപാര മേഖലയുടെ അവരുടെ എല്ലാം ഓഹരിയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ. അവിടെ അത് വീണ്ടും പുനരാരംഭിക്കുന്നു എന്ന് വന്നതോടുകൂടി സ്വാഭാവികമായും ആ മേഖലയെല്ലാം ഉണർവുണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓഹരി വിപണിയിലെ അമേരിക്കയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന എല്ലാ മേഖലയിലും ആ തരത്തിലേക്കുള്ള ഉണർവ് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇനി ലോകത്തെ
സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ വീണ്ടും നിലവിൽ വരുന്നു എന്നത്. അതിന് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ട്രംപ് ഒരു ഭാഗത്ത് ഇന്ത്യക്കെതിരായി കടുത്ത ഉപരോധവുമായി അല്ലെങ്കിൽ കടുത്ത നീക്കവുമായി നിൽക്കുമ്പോൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി സമാന്തരമായി ചർച്ച നടത്തുകയും കഴിഞ്ഞ ആഴ്ച യൂറോപ്യൻ യൂണിയനുമായി അങ്ങനെ ഒരു ധാരണയിലെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അമേരിക്കൻ വിപണിയില്ലെങ്കിൽ യൂറോപ്പിലെ വിപണിയിലേക്ക് ഇന്ത്യ വ്യാപിപ്പിക്കുക എന്നുള്ള തന്ത്രപരമായ നിലപാടാണ്, അല്ലെങ്കിൽ ട്രംപിനെ മറികടക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് ഇന്ത്യ അടക്കം സ്വീകരിച്ചത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ട്രംപിനും അമേരിക്കയ്ക്കും തിരിച്ചടിയായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് വീണ്ടും ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറായത്. അപ്പോഴും പക്ഷേ ട്രംപ് മുൻ അവകാശവാദങ്ങളൊക്കെ ഇന്ത്യ അംഗീകരിച്ചു എന്ന് അവകാശപ്പെടുന്നു. ആ അവകാശവാദങ്ങൾ ഇന്ത്യ അംഗീകരിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ വ്യക്തമായ ഒരു നിലപാട് അറിയിച്ചിട്ടുമില്ല. യെസ്, കിരൺ സൂചിപ്പിച്ചതാണ് അതിൻ്റെ സാഹചര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയുടെ നയങ്ങളും പരിപാടികളും അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലൊക്കെ ആ ചർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ ആ തരത്തിലുള്ള നീക്കങ്ങൾ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.